ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കുബൂസാണ് കേട്ടോ. കുബൂസ് 2 കളറിലാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ഗ്രീൻ കുബൂസും പിന്നെ വൈറ്റ് കുബൂസും. ഗ്രീൻ കുബൂസിൻ്റെ റെസിപ്പിയാണ് വിശദമായിട്ട് കാണിക്കുന്നുള്ളൂ. വൈറ്റ് കുബൂസ് പിന്നെ അതിൻ്റെ തന്നെ റിപ്പീറ്റേഷൻ ആയതുകൊണ്ട് ജസ്റ്റ് മിക്സിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം സെയിം ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ നമുക്ക് ഗ്രീൻ കളർ കുബൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പിടി പാലക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടി പാലക്കും ഒരു 4-5 തണ്ട് മല്ലിയിലയും അതും കൂടിയിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നല്ല നൈസായിട്ട് അരച്ചെടുക്കുക കേട്ടോ. നന്നായിട്ട് പേസ്റ്റ് പോലെ അരയ്ക്കണം. വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പച്ചക്ക് തന്നെയാണ് നമ്മൾ അരയ്ക്കുന്നത്. അതിന് സ്മെല്ലൊന്നും ഉണ്ടാവില്ല. 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാലക്ക് അരച്ചു കൊടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു അരിപ്പയിലേക്ക് അരിച്ചെടുക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ അരിച്ചെടുത്തിട്ടുള്ള ആ പാലക്കിൻ്റെ ജ്യൂസ് ഉണ്ടല്ലോ, അത് ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ അളന്നിട്ട് നോക്കുമ്പോൾ കറക്റ്റ് 1/2 കപ്പും പിന്നെ 2 ടേബിൾ സ്പൂണും ഉണ്ട് കേട്ടോ. അതൊരു സോസ് പാനിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് ചൂടാക്കുക. നല്ല ചൂടല്ല, ഒന്ന് തണുപ്പൊന്ന് വിട്ടാൽ മതി. അത്രയ്ക്ക് ഇളം ചൂടാക്കില്ലേ, അതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊണ്ടുവരാം കേട്ടോ. അരച്ചതിന് ശേഷം അളന്ന് നോക്കുമ്പോൾ 1/2 കപ്പ് വെള്ളം പിന്നെ 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലുണ്ടാവണം കേട്ടോ. അഥവാ ഇല്ലയെന്നുണ്ടെങ്കിൽ 2 ടേബിൾ സ്പൂൺ സാധാ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് കേട്ടോ. ഇത് ഇട്ട് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂണാണ്. നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻ്റ് അല്ല, വലിയ മണിയായിട്ടുള്ള ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കണം. ഇത് ഇൻസ്റ്റൻ്റ് ആയതുകൊണ്ട് ഞാൻ 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം 10 മിനിറ്റ് ഒന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഈസ്റ്റ് 10 മിനിറ്റിന് ശേഷം ഞാൻ കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട്, മുകളിലേക്കൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ വെച്ചിട്ട് 10 മിനിറ്റിന് ശേഷം അത് പൊങ്ങിയിട്ടില്ല എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കേണ്ട അത് കൊളായി എന്നുള്ളത്. അത് വീണ്ടും അവിടെ തന്നെ ഒരു 10 മിനിറ്റിന് അതേപോലെ തന്നെ അടച്ചു വെച്ചാൽ മതി. ഇളക്കൊന്നും ചെയ്യേണ്ട കേട്ടോ. ചിലപ്പോൾ ക്ലൈമറ്റ് വ്യത്യാസത്തിലൊക്കെ പൊങ്ങാത്തിരി താമസം എടുക്കും. അതൊന്നും കുഴപ്പമില്ല, പൊങ്ങിക്കോളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുബൂസ് കുഴയ്ക്കാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇനി വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഇതിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് വേണം നമുക്ക് പൊടി കുഴയ്ക്കാൻ. ഇനിയിപ്പോൾ ഞാൻ നല്ല വലിയൊരു പോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ ഈസ്റ്റിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ചെറിയൊരു അളവിലാണ് ഞാൻ കാണിക്കുന്നത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഡബിൾ എടുക്കണമെന്നുണ്ടെങ്കിൽ ഇൻഗ്രീഡിയൻസ് എല്ലാം ഡബിൾ ആക്കിയാൽ മതി. ഇനി ടീസ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം ആദ്യം. അതിനുശേഷം കൈ വെച്ചിട്ട് നമുക്ക് കുഴച്ചെടുക്കാം കേട്ടോ. ഇനി കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. ഹാർഡായിട്ട് മിക്സ് ചെയ്യൊന്നും വേണ്ട, പതുക്കെ പതുക്കെ എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് കുറച്ചൊരു സ്റ്റിക്കി പോലെ തോന്നുന്നത്. അപ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മൈദയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. സ്റ്റിക്കി ആയതുകൊണ്ടാണ് വീണ്ടും 1 ടേബിൾ സ്പൂൺ മൈദ ഇട്ടത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല കറക്റ്റ് സ്ട്രക്ചറായിട്ടുണ്ട്. ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് കണ്ടോ നല്ല സോഫ്റ്റായിട്ടിരിക്കുന്ന ഒരു മാവാണ്. നമുക്ക് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിലൊന്ന് പരട്ടി വയ്ക്കാം, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയി പോകുള്ളൂ. ഒലിവ് ഓയിൽ ഒഴിച്ചതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കിയിട്ട് നമുക്കിത് അടച്ച് വയ്ക്കാം. ഇതിൻ്റെ മുകളിലൊരു നനഞ്ഞ തുണിയോ അല്ലെങ്കിൽ ടിഷ്യൂ നനച്ചിട്ട് എങ്ങാനും വെച്ചതിന് ശേഷം നമുക്ക് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് അടച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു 2 മണിക്കൂർ അതേപോലെ തന്നെ ഇരിക്കട്ടെ. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ഇതെടുത്തിട്ട് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങിയാൽ മതി കേട്ടോ. ഞാനൊരു ടിഷ്യൂ നന്നായിട്ട് നനച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ആ പോട്ടിൻ്റെ അടപ്പ് വെച്ചിട്ടുണ്ട്. ഇനി 2 മണിക്കൂറിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പം നമ്മളെ മാവ് കുഴച്ച് വെച്ചിട്ട് 2 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. നമുക്ക് തുറന്ന് നോക്കാം. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് കുഴയ്ക്കുക കേട്ടോ. കുഴച്ചതിന് ശേഷം നമുക്ക് റോൾ ചെയ്യാം. ചെറിയ കുബൂസിൻ്റെ അളവിലാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇവിടെ മക്കൾക്ക് ചെറിയ കുബൂസാണ് ഇഷ്ടം. അപ്പോൾ ഇത് കട്ട് ചെയ്തതിന് ശേഷം എത്ര ബോൾ ഉണ്ടെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. നമുക്ക് മൊത്തം 7 ബോളാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അത് കയ്യിൽ വെച്ചിട്ട് തന്നെ ഓരോ ബോൾ എടുത്തിട്ട് നല്ല സ്മൂത്താക്കി എടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു പോട്ടിലാക്കിയിട്ട് അടച്ച് വെക്കണം കേട്ടോ. നമ്മൾ മൈദയുടെ എന്ത് ഐറ്റംസ് പരത്തുകയാണെങ്കിലും അതിലേക്ക് ആട്ടപ്പൊടി ഇട്ടിട്ട് വേണം നമ്മൾ പരത്താൻ കേട്ടോ. ആട്ടപ്പൊടി ആകുമ്പോൾ നമുക്ക് പരത്താൻ ഈസിയാവും. മൈദ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ. അപ്പോൾ നമ്മുടെ 7 ബോളും പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 1/2 മണിക്കൂറിന് ശേഷമേ നമ്മളിത് ചൂടാൻ പാടുള്ളൂ കേട്ടോ. ഒരു നനഞ്ഞ തുണി കൊണ്ട് കവർ ചെയ്ത് വെക്കുക. അതിന് ശേഷം നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ ഞാൻ പരത്തിയിരിക്കുന്നത്. കാണാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഈ ഒരു തിക്നെസ്സിൽ കേട്ടോ. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ഷേപ്പിൽ ഞാൻ എങ്ങനെ ഇത് പരത്തിയെന്ന്. ഇത്രയും ഷേപ്പിൽ പരത്തിയതൊന്നുമല്ല കേട്ടോ. പരത്തിയതിന് ശേഷം ഒരു ഡബ്ബയുടെ
അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കുബൂസാണല്ലോ നമ്മൾ പരത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ ചെറിയൊരു അടപ്പ് വെച്ചിട്ട് പ്രസ് ചെയ്തു. അതിന് ശേഷം സൈഡ് ഭാഗം കളഞ്ഞതിന് ശേഷമുള്ളതാണ് കേട്ടോ. ഇതിന് ഇത് അരമണിക്കൂർ നമ്മൾ അടച്ചു വയ്ക്കും. അതിന് ശേഷം ചുട്ടെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ടുണ്ട്, മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്കിത് ചുട്ടെടുക്കാം. ഇനിയിപ്പോൾ ഈ ഒരു കളറൊന്നും നമ്മൾ ചുട്ട് കഴിഞ്ഞതിന് ശേഷം ഉണ്ടാവാൻ വഴിയില്ല കേട്ടോ. ഓരോന്ന് എടുക്കുമ്പോഴും അത് അപ്പം തന്നെ ആ നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് വെക്കണം. നമ്മുടെ പാൻ ചൂടായിട്ടുണ്ട് കേട്ടോ. ലോ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നമുക്കിത് കുബൂസ് വെച്ച് കൊടുക്കാം. ഇത് 2 സെക്കൻഡ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിരിച്ചിട്ടതിന് ശേഷം 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഈ ഭാഗം ഒന്ന് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്ക് 2 സെക്കൻഡും കൂടെ കഴിഞ്ഞിട്ട് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കുബൂസ് ഇങ്ങനെ ബോൾ പോലെ വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനി ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം കേട്ടോ. നിങ്ങളുടെ പാൻ്റെ വലിപ്പത്തിനനുസരിച്ച് 2ഓ 3ഓ ഇട്ടിട്ട് ചുട്ടെടുക്കാം കേട്ടോ. പിന്നെ നമ്മൾ നേരത്തെ സൈഡ് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതൊന്നും കളയണ്ട. അത് വീണ്ടും കുഴച്ച് നമുക്ക് പരത്തിയെടുക്കാം. ഇനി നമുക്ക് വൈറ്റ് കുബൂസ് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. അത് ഞാൻ വിശദമായിട്ട് കാണിക്കുന്നില്ല, എല്ലാം നമ്മൾ ഗ്രീൻ കുബൂസിൽ കാണിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ട് വെള്ളം എടുക്കണം. ഒരു ഗ്ലാസ് ജാർ എടുത്തിട്ട് അതിലേക്ക് 1/2 കപ്പ് വെള്ളവും ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് പ്ലസ് 2 ടേബിൾ സ്പൂൺ നേരിയ ചൂടുവെള്ളം. അതിലേക്ക് 1/2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 10 മിനിറ്റ് പൊങ്ങാൻ വയ്ക്കാം. വെള്ളത്തിൻ്റെ ചൂട് ഒരിക്കലും കൂടരുതിട്ടാ. ഒരു ലൈറ്റ് ചൂട് അത്രേ പാടുള്ളൂ. നല്ല ചൂടുണ്ടെങ്കിൽ നമ്മുടെ ഈസ്റ്റ് പൊങ്ങി കിട്ടില്ല കേട്ടോ. ഇതിപ്പോൾ ഗ്രീൻ കുബൂസും വൈറ്റ് കുബൂസും തമ്മിലുള്ള വ്യത്യാസം പറയുകയാണെങ്കിൽ മിക്സിങ്ങിൽ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ. ആദ്യം നമ്മൾ പാലക് ജ്യൂസ് വെച്ചിട്ടാണ് മിക്സ് ചെയ്തത്. ഇത് നമ്മൾ സാധാ വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ കേട്ടോ. ബാക്കി എല്ലാ പരിപാടിയും ഒരേപോലെയാണ്. അതുകൊണ്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കാണിക്കുന്നില്ല അല്ലാതെ കേട്ടോ. അപ്പോൾ പിന്നെ ലെങ്തി ആവുള്ളൂ. 10 മിനിറ്റിന് ശേഷം നമ്മുടെ ഈസ്റ്റ് പൊങ്ങി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കുബൂസിലേക്ക് ആവശ്യമായിട്ടുള്ള ഒലിവ് ഓയിലും ഉപ്പും ഇട്ട് കൊടുത്ത് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ എങ്ങനെയാണോ കുഴച്ചെടുത്ത് അതേപോലെ കുഴയ്ക്കുക കേട്ടോ. ഇനിയിപ്പോൾ അഥവാ നിങ്ങളുടെ കയ്യിൽ ഒലിവ് ഓയിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ ഓയിൽ ചേർത്താൽ മതി, വെളിച്ചെണ്ണ ചേർക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ വൈറ്റ് കുബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ കുബൂസ് നല്ല സോഫ്റ്റായിട്ടിരിക്കുകയാണ്. ഇത് ഞാനിതൊന്ന് പൊളിച്ച് കാണിച്ചു തരാം. കണ്ടില്ലേ, അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മളിത് ഒരിക്കൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ കുബൂസ് വാങ്ങിക്കൽ നിർത്തും കേട്ടോ. അത്രയ്ക്ക് സോഫ്റ്റുമാണ്, ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ കുബൂസും വൈറ്റ് കുബൂസും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഫംഗ്ഷനോ പാർട്ടിയോ എന്തെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ആയിട്ടൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ വിഭവമാണ്. നമ്മളതിന് മുന്നത്തെ എപ്പിസോഡിൽ ഗ്രീൻ ചിക്കൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും മുന്നത്തെ എപ്പിസോഡൊക്കെ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.